എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. നമ്മൾ കേരളത്തിൽ വളരെ സുപരിചിതമായ രീതിയിൽ കണ്ടുവരുന്ന ഒരുതരം മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. സോ നമ്മൾക്കത് കല്ല് എന്നുള്ള രീതിയിലും മണ്ണെന്നുള്ള രീതിയിലും വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ് ഈ വെട്ടുകൽ മണ്ണുകൾ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. സോ കേരളത്തിൽ ഒരുപാട് പഴയകാല വീടുകളും കെട്ടിടങ്ങളും ഒക്കെ നമ്മൾ ലാറ്ററൈറ്റ് ബ്രിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അപ്പോൾ എന്താണ് ഈ ലാറ്ററൈറ്റ് ബ്രിക്സിൻ്റെ പ്രത്യേകത? അത് കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയും ലാറ്ററൈറ്റ് ബ്രിക്സ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സ്റ്റോൺസ് വന്നത്? സോ ലാറ്ററൈറ്റ് സോയിൽ എന്ന് വെച്ചാൽ എന്താ? നല്ല മഴയും അത് കഴിഞ്ഞിട്ട് നല്ല വെയിലും കിട്ടുന്ന കാലാവസ്ഥ ഉണ്ടല്ലോ, അതായത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള കാലാവസ്ഥ, അതായത് ഒരു ഹെവി ആയിട്ടുള്ള ഒരു റെയിൻ പീരീഡ് ഫോളോഡ് ബൈ എ ഡ്രൈ പീരീഡ്, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് പീരീഡ് ഉള്ള ടൈപ്പ് ഓഫ് മണ്ണുകളിലാണ് ഈ ലാറ്ററൈസേഷൻ സംഭവിച്ച് ലാറ്ററൈറ്റ് സോയിൽസ് ആയിട്ട് മാറുന്നത്. സോ കേരളത്തിന് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏകദേശം ഒരു 55 to 60% നമുക്ക് ഈ ലാറ്ററൈറ്റ് സോയിലാണ് ഉള്ളത്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോയിൽ ഫസ്റ്റ് ടൈം വേൾഡിൽ തന്നെ ഫസ്റ്റ് ടൈം ഡിസ്കവർ ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ ഫ്രാൻസിസ് ബുക്കാനൻ എന്ന് പറയുന്ന ഒരു ഡച്ച് സർജൻ 1800s ഈ ഒരു സോയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ സോയിൽ ഡിസ്കവർ ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ഏരിയയിലാണ്. അവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മോണ്യുമെൻറ്റും വെച്ചിട്ടുണ്ട്. സോ ഈ ലാറ്ററൈറ്റ് സോയിലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഹെവി റെയിനും അതിനുശേഷമുള്ള ഒരു ഡ്രൈ പീരീഡും കാരണം ഉണ്ടാകുന്നതുകൊണ്ട് കോമ്പാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഓരോ പ്രാവശ്യം റെയിനും ഡ്രൈ പീരീഡും കഴിയുമ്പോൾ കോമ്പാക്ഷൻ കൂടി വരുന്നൊരു സോയിലാണ്. അങ്ങനെയാണ് നമുക്കത് കല്ലായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ കുറച്ച് കോമ്പാക്റ്റഡ് ആയിട്ട് കട്ടിയായിട്ട് മാറുന്നത്. സോ ഇത് മാത്രമല്ലാതെ ഇങ്ങനെ ഹെവി റെയിൻ വരുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ കുറേ കൂടെ ആസിഡിക് ആവും. അപ്പോൾ ഈ ഒരു സോയിലിൻ്റെ പ്രത്യേകത ഇത് അസിഡിക് ആയിട്ടുള്ള സോയിലാണ്. അസിഡിക് സോയിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസിഡിക് സോയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ pH വളരെ കുറവായിരിക്കും. സോ ആ pHനെ ഉയർത്തിക്കൊണ്ട് വരാൻ നമ്മളവിടെ കുമ്മായി അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ലൈമിങ് അപ്ലൈ ചെയ്യണം. സോ ലൈമിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോയിലിൻ്റെ പ്രത്യേകത അയൺ ആൻഡ് അലൂമിനിയം റിച്ച് ആയിട്ടുള്ള സോയിലാണ്. സോ അയൺ ആൻഡ് അലൂമിനിയം റിച്ച് ആകുമ്പോൾ അസിഡിക് സോയിൽ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫോസ്ഫറസിനെ എല്ലാം ഫിക്സ് ചെയ്ത് വെക്കും. സോ അയൺ ആൻഡ് അലൂമിനിയം ഫോസ്ഫേറ്റ്സ് ആയിട്ടൊക്കെ ഫിക്സ് ചെയ്ത് വെക്കും. സോ ഇതൊന്നും പ്ലാന്റ്സിന് അവൈലബിൾ ആവില്ല. സോ അങ്ങനെ വരുമ്പോഴും പ്ലാന്റ്സിന് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻ സ്റ്റാറ്റസ് കുറഞ്ഞ ഒരു സോയിലാണിത്. സോ കമ്പാരിറ്റീവ്ലി വേറെ സോയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സോയിൽസിൽ അയൺ ആൻഡ് അലൂമിനിയം ടോക്സിക് ലിമിറ്റിലുണ്ട്, പക്ഷേ അതേ സമയത്ത് മറ്റ് ന്യൂട്രിയൻസ് ഒക്കെ കുറവാണ്. എസ്പെഷ്യലി ഫോസ്ഫറസ്, കാൽസ്യം പോലത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ കുറവ് അളവിലാണുള്ളത്. സോ നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോയിലിൻ്റെ അസിഡിറ്റി കുറയ്ക്കുക. മുന്നേ പറഞ്ഞ പോലെ നമ്മൾ കുമ്മായി അപ്ലൈ ചെയ്ത് കൊടുത്ത് സോയിലിൻ്റെ അസിഡിറ്റി കുറയ്ക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാവുന്ന ക്രോപ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ലാറ്ററൈറ്റ് സോയിൽസ് ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് ഓർക്കുക, അത് കേരളത്തിലാണത് കണ്ടുപിടിച്ചിരിക്കുന്നത്. വളരെ പ്രത്യേകതയുള്ള സോയിലാണ്, പക്ഷേ അസിഡിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ലൈം ആപ്ലിക്കേഷൻ കമ്പൽസറി ആണെന്നുള്ളത്. താങ്ക് യു.